ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 13-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ക്രമമുക്തി ആഗ്രഹിച്ച് സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തോടുകൂടി മൂർധാവിലെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ഭൂമിക്ക് മുകളിലുള്ള ഉപരിലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് പുറത്തേക്ക് വന്ന യോഗിയുടെ ആത്മാവ് ദേവതമാരാൽ സ്വീകരിക്കപ്പെട്ട് സൂര്യലോകം, ധ്രുവലോകം, മഹർലോകം എന്നിവിടെയെല്ലാം സന്ദർശിച്ച് താമസിച്ച ശേഷം ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ ശ്ലോകത്തിൽ ഈ ബ്രഹ്മലോകത്തിൽ എത്തിയ യോഗിയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി നേടാൻ കഴിയുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം. തത്ര അവിടെ, ആ ബ്രഹ്മലോകത്തിൽ, തത്ര വാ ആ ബ്രഹ്മലോകത്തിൽ തന്നെയോ, തവ പദേ ധവ അഥവാ തവ പദേ അല്ലെങ്കിൽ തവ പദേ, തവ എന്നാൽ ഭഗവാനെയാണ് പറയുന്നത്, തവ പദേ അങ്ങയുടെ ലോകമായ വിഷ്ണു ലോകത്തിലോ വസൻ വസിച്ചിട്ട് പ്രാകൃത പ്രളയ ഏതി മുക്തതാം. പ്രാകൃത പ്രളയേ ഏതി മുക്തതാം, മുക്തതാമേതി പ്രാകൃത പ്രളയം വരുമ്പോൾ മുക്തതാമേതി മോക്ഷം നേടുകയും ചെയ്യാം. പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് 100 വർഷത്തെ ആയുസ്സാണ് ഉള്ളത്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ തന്നെ 4 ചതുർയുഗങ്ങളാണ് ഒരു പകൽ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ 100 വർഷത്തെ ആയുസ് തീരുമ്പോൾ, ബ്രഹ്മകൽപ്പം അവസാനിക്കുമ്പോൾ പ്രാകൃത പ്രളയം അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം ഉണ്ടാകും. ആ അവസ്ഥയിൽ ബ്രഹ്മലോകവും വിഷ്ണുലോകവും ശിവലോകവും എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ജീവജാലങ്ങളും ബ്രഹ്മാവും എല്ലാം മൂലപ്രകൃതിയിൽ ലയിക്കുന്നു. അങ്ങനെ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയിൽ സ്വമേധയാ ഈ യോഗിയുടെ ആത്മാവും പരബ്രഹ്മത്തിൽ ലയിച്ച് മോക്ഷപ്രാപ്തി നേടാവുന്നതാണ്. ഇനി അടുത്ത 2 വരികൾ നോക്കാം. സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസ. ഇനി ഇങ്ങനെ പ്രാകൃത പ്രളയം വരുന്നതുവരെയൊന്നും കാത്തിരിക്കാതെ തന്നെ സ്വേച്ഛയാ സ്വന്തം ഇച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം ഖലു വേണമെങ്കിൽ പുരാ അതിനു മുൻപ് തന്നെ വിമുച്യതേ മുക്തി നേടാം, മോക്ഷം നേടാം. എങ്ങനെയാണ്? സംവിഭിദ്യ ജഗദണ്ഡമോജസ. സംവിഭിദ്യ എന്നാൽ ഭേദിച്ചിട്ട്, പിളർത്തിയിട്ട്. എന്തിനെ? ജഗദണ്ഡം. ജഗദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തെ ഓജസ, ഓജസ് കൊണ്ട്, ഈ യോഗിയുടെ ആത്മാവിൻ്റെ യോഗശക്തി കൊണ്ട് ജഗദണ്ഡത്തെ, ബ്രഹ്മാണ്ടത്തെ സംവിഭിദ്യ ഭേദിച്ചിട്ട് പരബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമൊന്ന് പറയാം. ഒന്നുകിൽ ഈ ബ്രഹ്മലോകത്തിലെത്തിയ സൂക്ഷ്മ ശരീരത്തോടു കൂടിയ യോഗിയുടെ ആത്മാവിന് ബ്രഹ്മലോകത്തോ വിഷ്ണുലോകത്തോ താമസിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ 100 വർഷത്തെ ആയുസ് കഴിയുമ്പോൾ സംഭവിക്കുന്ന പ്രാകൃത പ്രളയ സമയത്ത്
എല്ലാ ലോകങ്ങളും ബ്രഹ്മാവും സകല ചരാചരങ്ങളും മൂലപ്രകൃതിയിൽ ലയിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയിൽ സ്വമേധയാ ഈ യോഗിയുടെ ആത്മാവിനും മോക്ഷം ലഭിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രാകൃതപ്രളയം വരെ ഒന്നും കാത്തിരിക്കാതെ തന്നെ തൻ്റെ യോഗശക്തി കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് പരബ്രഹ്മത്തിൽ ലയിച്ച് മോക്ഷം നേടാൻ സാധിക്കുന്നതാണ്. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. 14-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.